പുതിയൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടർക്കും സ്വാഗതം. പജേറോ SFXന്റെ എടുത്തു പറയത്തക്കതായിട്ടുള്ള 3 ഡീമെറിറ്റുകളാണുള്ളത്. അതായത് വൈബ്രേഷൻ, പിന്നെ കൂടാതെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ്, പിന്നുള്ളത് കുറച്ച് കുറഞ്ഞ ബ്രേക്കിംഗ് എഫിഷ്യൻസി. ഈ 3 കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്നതാണ്. അതിലാദ്യം പറഞ്ഞ 2 കാര്യങ്ങളായ വൈബ്രേഷനും ഫ്രീക്വൻ്റ് ഗിയർ ഷിഫ്റ്റും മാറ്റാൻ പറ്റുന്ന ഒരു റെമഡി ഉണ്ട്. അതാണ് ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷൻ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പജേറോയിൽ ചെയ്ത ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷനും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്താണ് ഹൈബ്രിഡ് ക്ലച്ച് എന്ന് നമുക്ക് നോക്കാം. പജേറോ SFXൻ്റെ പ്രഷർ പ്ലേറ്റും പജേറോ സ്പോർട്ടിൻ്റെ ക്ലച്ച് ഡിസ്ക് കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രേഷനാണ് ഹൈബ്രിഡ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ വൈബ്രേഷൻ ഒരുപാട് കുറയുകയും അതുകൂടാതെ നമുക്ക് ലോ RPMൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകാനും പറ്റും. അതുകൊണ്ട് തന്നെ അധിക മൈലേജും ഈ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷൻ വഴി കിട്ടുന്നതാണ്. GLXനാണെങ്കിൽ 2 തൊട്ട് 3 കിലോമീറ്റർ വരെ അധിക മൈലേജും SFXന് 1.5 തൊട്ട് 2 കിലോമീറ്റർ വരെ അധിക മൈലേജും ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷൻ വഴി നമുക്ക് കിട്ടും. ജോസിയേട്ടൻ്റെ വർക്ക്ഷോപ്പ് എന്നറിയപ്പെടുന്ന പാലയിലുള്ള വാണീസ് എൻ്റർപ്രൈസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ SFXൽ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ ക്ലബ്ബായ ലെജൻഡറി പജേറോ ക്ലബ്ബ് വഴിയാണ് നമുക്ക് ഈ ക്ലച്ച് ഇൻസ്റ്റലേഷനൊക്കെ സാധ്യമാകുന്നത്. ഈ വണ്ടി നമ്മുടെ ക്ലബ്ബിലുള്ള ഒരു വണ്ടിയാണ്. ഇവിടെ ഒരു 3-4 പജേറോ ഇവിടെ ഓൾറെഡി ഈ വർക്ക്ഷോപ്പിൽ ഉണ്ട്. 25ഓളം പജേറോയ്ക്ക് ഹൈബ്രിഡ് ക്ലച്ച് ഇവിടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 9 മണിക്ക് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 5 മണിയോടുകൂടി ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷൻ കഴിയും. ഇവിടെ ഒരു ഷോർട്ട് വീൽ ബേസ് പജേറോ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കുഞ്ഞ് സെലിബ്രിറ്റിയുടെ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ സർവീസ് സെൻറ്ററിലെ ഒരു പ്രധാന മെക്കാനിക്കായ അജയേട്ടനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അജയേട്ടനാണ് നമ്മുടെ ക്ലച്ച് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. കൂടെ കുറച്ച് മെക്കാനിക്കുകൾ വേറെ ഉണ്ട്. ശരിക്കും പറയും ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു പജേറോ ക്ലബ്ബ് വഴിയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷൻ ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് ലോകത്തുള്ള പല പല പജേറോ ക്ലബ്ബിലേക്ക് ഇത് പടരുകയും ഇതിൻ്റെ ഒരു ഗുണം കാരണം ഇത് വെച്ചാലുണ്ടാകുന്ന ബെനിഫിറ്റ് കാരണം ഇത് പെട്ടെന്ന് തന്നെ പല ആൾക്കാരും ട്രൈ ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇത് നമ്മുടെ ലെജൻഡറി പജേറോ ക്ലബ്ബ് വഴി ഒരുപാട് പേര് ചെയ്തു. ആദ്യമായിട്ട് ക്ലബ്ബ് അഡ്മിൻസിൽ ഒരാളായ രാജീവേട്ടനാണ് അത് ഇൻസ്റ്റാൾ ചെയ്തത്. അതിനുശേഷം ഒരുപാട് പേര് ചെയ്തു. എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണ് നമ്മളും എന്നാൽ ഇതങ്ങ് ചെയ്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. നമ്മുടെ ക്ലച്ച് ഇവിടെ വന്നിരിപ്പുണ്ട്. നമ്മുടെ മെക്കാനിക് ചേട്ടന്മാരൊക്കെ വണ്ടി റാമ്പിൽ കയറ്റി അതിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിനോച്ചാനാണ് ക്ലച്ച് നമുക്ക് ഓർഡർ ചെയ്ത് തന്നത്. നമ്മുടെ വണ്ടി ക്ലച്ച് മാറ്റാനുള്ള പരിപാടി കൂടെ തുടങ്ങിയിട്ടുണ്ട്. സെൻട്രൽ കൺസോളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണാം. ഇത് ശരിക്കും ഷോർട്ട് വീൽ ബേസ് പജേറോയാണ്. ഇതൊരു ഇമ്പോർട്ടഡ് മോഡലാണ്. വീതി എല്ലാം സെയിം തന്നെയാണ്. സാധാരണ GLXുമായിട്ട് സെയിം തന്നെയാണ്. ഇൻറ്റീരിയർ നോക്കുമ്പോൾ നമുക്ക് കാണാം GLS SFXൻ്റെയും ഏകദേശം സെയിം ഡാഷ്ബോർഡ് തന്നെയാണ്. പിന്നെ ഇതിലും 4 വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. ബാക്കിലൊരു 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന സ്പേസ്, പിന്നെ ഒരു നല്ല ഒരു സൺറൂഫും കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ഒത്തിരിയോ വർഷം പഴക്കമുള്ള വണ്ടിയെന്ന് ആലോചിക്കണം. പിന്നെ അത് കൂടാതെ നമുക്കിതിനകത്ത് ഒരു സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉള്ള വെഹിക്കിളാണിത്. സോഫ്റ്റ് മീഡിയം ഹാർഡ് സസ്പെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 4 വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഒരു ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്കകത്തുള്ളത്. നമ്മൾ അതിശയിപ്പിക്കും. പിന്നെ മൾട്ടിമീറ്ററൊക്കെ ഉണ്ട്. നമ്മുടെ SFXനകത്തുള്ള പോലെ സെയിം തന്നെയാണ്. ഡോർ പാഡും പവർ വിൻഡോ ബട്ടൺസ് എല്ലാം സെയിം തന്നെ. മൊത്തത്തിൽ വളരെ ക്യൂട്ടാണ്. എന്നാൽ അത്യാവശ്യം വളരെ ഒരു മസ്കുലർ ലുക്കുള്ളൊരു വണ്ടി. നമുക്കിനി ആ ക്ലച്ച് ഇൻസ്റ്റലേഷൻ്റെ ആ ഒരു സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ. ഇതാണ് ഗിയർ ബോക്സ് അല്ലേ? നല്ല ഭാരം ഉണ്ടായിരിക്കും. നല്ല ഭാരം 100 മേലുണ്ടല്ലേ? ക്ലച്ച് ഏത് ഭാഗത്തായിരിക്കും? ക്ലച്ചിൻ്റെ സംഭവം ഇവിടെയാണ്. അപ്പോൾ ആ ഒരു ഭാഗം അഴിച്ചിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് ക്ലച്ചിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ഓടിച്ച് നോക്കി ഞാൻ പറയാം. നമ്മൾ ഹൈബ്രിഡ് ക്ലച്ച് ആക്കിയതിൻ്റെ ഒരു അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ ഒരു 40ലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു 40 km/h റേഞ്ചിലാണ് പോകുന്നത്. പക്ഷേ ഗിയർ ഇപ്പോഴും 50 തന്നെയാണ്. SFXനെ സംബന്ധിച്ച് ഇതൊരു ഇങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരിക്കലും SFXൽ ഈ ഒരു റേഞ്ച് ഈ ഒരു സ്പീഡിൽ ഒരിക്കലും നമുക്ക് 50 ഗിയറിൽ പോകാൻ പറ്റില്ല. നിങ്ങൾക്കാണ് ഇപ്പോൾ 50ലാണ് നമ്മൾ പോകുന്നത്. 50 ഗിയറാണ് ഇട്ടിരിക്കുന്നത്. റേഞ്ച് ഇപ്പോൾ ഏകദേശം ഒരു 40ക്ക് തൊട്ട് മേലെ നിൽക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷന് ശേഷമാണ് ഇങ്ങനെ ആയത്. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പം SFX ഉണ്ട് അല്ലെങ്കിൽ GLX ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ GLS SFX ഉണ്ടെങ്കിൽ, നിങ്ങൾ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു അപ്ഗ്രേഡാണ് ഈ ഒരു ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. കാരണം അത് വണ്ടിയുടെ ടോട്ടൽ പെർഫോമൻസ് മാറ്റിക്കളയും. കാരണം ഇതിനു മുമ്പ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പം ഒരു സാധാരണ കാറ് ഓടിക്കുന്ന, ഒരു സാധാരണ ഒരു പെട്രോൾ കാർ ഓടിക്കുന്ന ലാഘവത്തോടെ കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം നമുക്ക് RPM നല്ല കയറ്റി എടുത്തിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ തന്നെ ഫ്രീക്വന്റ് ഗിയർ ഷിഫ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത് ഭയങ്കര ലൈറ്റാണ് ഇപ്പം, കണ്ടില്ലേ? നമുക്കിപ്പോൾ ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അങ്ങനെ ഒരുപാട് വരുന്നില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇട്ട് എടുക്കണ്ട, സെക്കൻഡ് ഇട്ട് എടുത്താൽ മതി, വണ്ടി കൂളായിട്ട് പൊക്കോളും. പിന്നെ മൊത്തത്തിലുള്ള വൈബ്രേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. SFXന്റെ GLXന്റെ വൈബ്രേഷൻ ഒരു പ്രശ്നമാണല്ലോ. വൈബ്രേഷൻ മൊത്തത്തിൽ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷൻ ഞാൻ 101% സംതൃപ്തനാണ്, 101% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റലേഷന് ശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അത് എഞ്ചിൻ നോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻ മാത്രമാണ്. ഹൈബ്രിഡ് ക്ലച്ചിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ലെജൻഡറി പജേറോ ക്ലബിൻ്റെ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൈബ്രിഡ് ക്ലച്ചിൻ്റെ ഇൻസ്റ്റലേഷനും ഡീറ്റെയിൽസൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.